നമ്മൾ ഈ തർക്കിക്കുന്നത് വെറുതെ എന്തിനെങ്കിലും വേണ്ടി ആവില്ല. തർക്കിക്കുന്നു എങ്കിൽ അതിൽ എന്തെങ്കിലും ആധികാരികത കണ്ടെത്തിയിട്ട് തർക്കിക്കണം. വെറുതെ നമ്മൾ എന്തെങ്കിലും പറയല്ല. എന്താ സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ? നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കള്ളുകൂടിയന്മാരുള്ള നാടാ കേരളം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റുപോകുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനം അതേതാ? ഇതൊക്കെ നിങ്ങൾ മറുപടി പറയണം. കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വിലയ്ക്ക് മദ്യം വിൽക്കുന്ന നാടേതാ? കേരളമാണ്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന നാടേതാ? കേരളമല്ലേ? എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തണ്ടേ നമ്മൾ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന നാട് കേരളമാണ്. ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് കോച്ചിങ് നടക്കുന്ന ഏക നാട്, ഏക സ്റ്റേറ്റ് കേരളമാണ്. ചിന്തിക്കണ്ടേ നമ്മൾ? നോക്കൂ, ഇന്ത്യയില് മത അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സംസ്ഥാനമുണ്ട്. ഏതാണെന്നറിയോ? കേരളം. ഇനിയും നമ്മൾ പഠിക്കണ്ടേ ഇതൊക്കെ? ഇതോടെ തീരുന്നുണ്ടോ സംഭവം? ഇന്ത്യയിൽ അവിവാഹിതരായ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുള്ള നാട് കേരളമാണ്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യാജമായ LLBയും PhD ഒക്കെ ഉള്ള നാടും കേരളമാണ്. ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ഇന്ത്യയിൽ നടത്തുകയും അതിന് സർക്കാർ മൗനാനുവാദം നൽകുകയും ചെയ്യുന്ന ഏക സ്റ്റേറ്റ് കേരളമല്ലേ? നമ്മൾ തർക്കിച്ചോ? നിങ്ങൾ തർക്കിച്ചോ? പക്ഷെ ഇതിനെ വിലയിരുത്തി തർക്കിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്റ്റേറ്റുകളിലേക്കും ചേക്കേറുന്നതും കേരളത്തിൽ നിന്നല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതരുള്ള നാടേതാ? കേരളമാണ്. പഠിപ്പ് കൂടുതലും ജോലിയില്ലാത്ത സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങാനോ അത് വിജയിപ്പിക്കാനോ സാധിക്കാത്ത ഏക സ്റ്റേറ്റ് കേരളമാണ്. അഥവാ ഒരു വ്യവസായം തുടങ്ങിയാൽ അവിടെ കൂടി കൊടി നാട്ടി അത് നശിപ്പിച്ചിരിക്കും. ശരിയല്ലേ? നിങ്ങൾ പറയണം, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസ് നടക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമല്ലേ? നോക്കൂ, ഒരു പെട്ടി എടുത്ത് വെക്കാൻ പോലും ഗുണ്ടായിസ്. ISROയിലേക്ക് വരുന്ന സാധനങ്ങൾ പോലും ലോറിയോടുകൂടി പൊക്കി വെക്കാൻ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു വരുന്ന ഗുണ്ടായിസത്തിന്റെ നാടാണ്. ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ പൂട്ടിക്കുന്ന ഏക സംസ്ഥാനം ഏതാ? കേരളമല്ലേ? ഇന്ത്യയിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന വൈദ്യുത ബോർഡ് ജീവനക്കാരുള്ള ഏക സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ചർച്ച ചെയ്തോ? തർക്കിച്ചോ? ആഹാര സാധനങ്ങൾക്ക് പോലും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിൽ ദുരിതാശ്വാസ ഫണ്ട് പോലും വെട്ടിച്ചു നിന്ന് സുഖിക്കുന്നവരുടെ ഏക നാട് കേരളമാണ്. ഇന്ത്യയിൽ സത്യസന്ധരായവർക്ക് സർക്കാർ ജോലികൾ പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഏക സ്റ്റേറ്റും കേരളമാണ്. വിവാഹമോചനങ്ങൾ നടക്കുന്ന ഏക സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് അടിമകളും മണ്ടന്മാരുള്ള ഏക സ്റ്റേറ്റും കേരളമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഏറ്റവും കൂടുതൽ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പുനർനിയമനത്തിലൂടെ ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങി തിന്നുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞു തർക്കിക്കാനാണ് റെഡിയാ? നോക്കൂ, ഇതൊക്കെയല്ലേ തർക്കിക്കേണ്ട വിഷയം. ഇന്ത്യയിൽ മന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫുള്ള അകമ്പടിയുള്ള ഏക സ്റ്റേറ്റ് കേരളമല്ലേ? ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുള്ള സ്റ്റേറ്റ് കേരളമാണ്. നോക്കൂ, 24 കോടി ജനമുള്ള UPയിൽ പോലും തുലവും തുച്ഛവും 8 പേര് നിൽക്കുമ്പോ ഇവിടെ 42 പേരാണ് PSCക്ക് ഉള്ളത്. ചിന്തിക്കണ്ടേ നമ്മൾ? പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്ന PSC മെമ്പർമാരുള്ള ഏക സ്റ്റേറ്റാ കേരളം. തർക്കിക്കണ്ടേ നമ്മളിത്? ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ നിയമലംഘനം നടത്തുന്നു കേരളത്തിൽ. കോടതികൾ സ്വമേധയാ ഭരണകൂടത്തിന്റെ തോന്നിയാസങ്ങൾക്കെതിരെ ഇടപെടൽ നടത്തേണ്ടി വരുന്ന ഏക സ്റ്റേറ്റ് കേരളമല്ലേ?
വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള ഏക നാടും കേരളമാണ്. ഞാനിത് പറയുമ്പോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, സത്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു നോക്ക്. അല്ലെ, നിയമസഭയിലെ ഏറ്റവും ആധികാരികമായ കമ്പ്യൂട്ടർ വരെ എടുത്ത് വലിച്ചെറിഞ്ഞ ഏക ആള്, ആ ആളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി. എങ്ങനെയുണ്ട്? തൊലിക്കട്ടി വേണ്ടേ? പേഴ്സണൽ സ്റ്റാഫായിട്ട്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് 2 വർഷം ജോലി ചെയ്താൽ അവർക്ക് ആജീവനാന്ത പെൻഷനാണ്. ഇതൊക്കെ എന്ത് ഗതികേടെന്ന് അതിനെ പറയേണ്ടത് നമ്മൾ ചിന്തിക്കണം. എല്ലാവരും ഇരുന്ന് ആധികാരികമായി ചിന്തിക്കണം. അതാ വേണ്ടത്.